ഹലോ, നമ്മുടെ ഇന്നത്തെ ഐറ്റം ഫ്രഞ്ച് ഫ്രൈസസ് ആണ്. അതായത് നമ്മുടെ KFC ചിക്കൻ്റെ കൂടെ കിട്ടുന്ന ഫിംഗർ ചിപ്സ്. നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ പാചകം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീണ്ടും ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തൊലി നല്ലതുപോലെ ചെത്തിക്കളയുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അത് അരിയുക. ഈ വീഡിയോ കാണുന്ന അതേ അളവിന് കട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങിൽ മുകളിൽ ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. അത്രയും ആവശ്യമില്ല. 2 എണ്ണം തന്നെ ധാരാളം നമുക്ക് ഫിംഗർ ചിപ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കുക. നല്ലതുപോലെ എന്ന് പറയുമ്പോൾ ഒരുപാട് വേവിച്ചെടുക്കരുത്, ഒരു മീഡിയം പരുവത്തിന് മതി. ഉപ്പും ആവശ്യത്തിനിടുക. ഈ സ്റ്റേജിൽ തന്നെ ഉപ്പിടുന്നതാണ് നല്ലത്. അപ്പം കിഴങ്ങിനകത്ത് കറക്റ്റ് ഉപ്പിൻ്റെ പരുവം കിട്ടും. നമ്മുടെ കിഴങ്ങ് പാകമാകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടുവെള്ളം മാറ്റിയെടുക്കാം. ഇനി നമുക്കതിൻ്റെ മിക്സ് വേണം. അതിനായിട്ട് കോൺഫ്ലവർ പൗഡർ, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഉപ്പ് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നമുക്കൊരു ലിക്വിഡ് ഫോർമാറ്റിലാണ് വേണ്ടത്. ഒരിക്കലും കട്ടിയായിട്ട് ഈ മാവിൻ്റെ പരുവം വരാൻ പാടില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു മയം നമ്മുടെ കിഴങ്ങിൻ്റെ കഷ്ണത്തിനകത്ത് കിട്ടിയാൽ മാത്രം മതി. കിഴങ്ങപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അല്പം മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി മാവിലേക്ക് കിഴങ്ങ് കട്ട് ചെയ്തത് ആവശ്യത്തിനിട്ട് ഒന്ന് ഇളക്കി എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് കോരി എടുത്താൽ മതി. ഇടയ്ക്ക് അടി ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലതുപോലൊന്ന് മൂപ്പിച്ച് കോരി എടുക്കുക. അങ്ങനെ നമ്മുടെ ഫിംഗർ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പാചകം ചെയ്യാവുന്ന ഒന്നാണിത്. വൈകിട്ട് 4 മണിക്ക് ചായയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണിത്. ഒരുപാട് പേര് കിഴങ്ങ് വേവിച്ചെടുക്കുന്ന ടൈമിൽ വിനാഗിരി പോലുള്ള കാര്യങ്ങൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഈ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കി പാചകം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി അമർത്തുക. അമർത്തുമ്പോൾ ഓളെന്ന് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന വലിയൊരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക്